ബീഹാറിലെ റോഹ്താസിൽ ഒരു തൊഴിലാളിയെ വെടിവെച്ച് കൊന്ന മൃതദേഹം കനാലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് പ്രതി. എന്നാൽ സംഭവത്തിന് പിന്നാലെ അവിടുത്തെ നാട്ടുകാർ പ്രതിയുടെ വീടും ട്രാക്ടർ അടക്കമുള്ള കൃഷി ഉപകരണങ്ങളും തീയിട്ട് നശിപ്പിച്ചു. പ്രദേശത്ത് ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ബീഹാറിലെ റോഹ്താസ് ജില്ലയിലെ ദിനാര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അജിത് തിവാരി എന്ന യുവാവിന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ജാനേശ്വർ ചൌധരി. എന്നാൽ ഇന്ന് ജോലി സ്ഥലത്തെത്തിയ ജാനേശ്വറും അജിത്തും തമ്മിൽ ചില കാര്യങ്ങൾ പറഞ്ഞുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്കും ഇത്ര വലിയൊരു സംഘർഷത്തിലേക്കും വരെ കാര്യങ്ങൾ എത്തിച്ചത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായതിന് പിന്നാലെ അജിത് തിവാരി തന്റെ കയ്യിലെ തോക്കുപയോഗിച്ച് ജാനേശ്വറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രതി ജാനേശ്വറിന് നേരെ 2 തവണ വെടിയുതിർത്തെങ്കിലും ആദ്യത്തെ വെടിയുണ്ട കൊണ്ടത് ഒരു നായയ്ക്കായിരുന്നു. ആ നായയുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. കൊലപാതക ശേഷം പ്രതി ജാനേശ്വറിന്റെ മൃതദേഹം തന്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി സമീപത്തെ കനാലിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. और उसके बाद में इनने गमछी ले उनको गले में लगा लिए और गले में लगाकर अपने गेट के अंदर ले गए और गेट के अंदर ले जाकर गेट को बंद कर दिए. उसके बाद में उधर से धमाका आया, उन पर गोली लगा और कुत्ते पर लगा, फिर दोबारा गोली मारे. उसके बाद में उसका जो एक और लेबर था वो वहां से तगाड़ी बीक कर भाग गया. उसके बाद में जाकर गांव में हाला गुला किया. സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെയാണ് ഗ്രാമവാസികൾ ഒന്നടങ്കം പ്രതിയായ അജിത് തിവാരിയുടെ വീട്ടിലേക്ക് എത്തുന്നതും വീടടക്കം അവിടെയുണ്ടായിരുന്ന യന്ത്രങ്ങളും മറ്റുപകരണങ്ങളും ഒക്കെ തീയിട്ട് നശിപ്പിക്കുന്നത്. 3 ട്രാക്ടറുകൾ, ഒരു കൊയ്ത്ത് യന്ത്രം, വീട് ഭാഗികമായും ഒക്കെ നാട്ടുകാരുടെ ഈ ആക്രമണത്തിൽ ഇല്ലാതായി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഈ ആക്രമണത്തിൽ ഭയന്ന അജിത്തും വീട്ടുകാരും വീടിന് പുറത്തിറങ്ങാതെയിരുന്നത് മണിക്കൂറുകളോളമാണ്. നിലവിൽ ജാനേശ്വറിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. व्यक्ति द्वारा एक उनके घर में ही काम करने वाले, उनके साथ काम करने वाले एक व्यक्ति की गोली मारकर हत्या की गई. उसी से आक्रोशित जो मृतक है चंद्रेश्वर चौधरी, उनके परिजनों द्वारा उनके घर को क्षति पहुंचाई गई. घटना के बाद भागने के क्रम में यूपी के गाजीपुर से जो अभियुक्त है, मुख्य अभियुक्त, उसकी गिरफ्तारी की गई और उसको आगे पूछताछ के लिए लाया जा रहा है. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായതോടെ വിക്രംഗഞ്ച് സബ് ഡിവിഷൻ പോലീസ് ഓഫീസർ സിന്ധു ശേഖർ സിംഗ് പോലീസ് സേനയുമായി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് ഫലം കാണാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നീട് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചാണ് പ്രക്ഷോഭകരെ സംഭവസ്ഥലത്ത് നിന്നും നീക്കിയത്. ഈ പ്രതിയായ അജിത് തിവാരി ഒരു സ്ഥിരം മദ്യപാനിയാണെന്നും ലഹരിക്കടിമയാണെന്നുമാണ് നാട്ടുകാർ നൽകുന്ന വിശദീകരണം. ഈ അമിത മദ്യപാനമാകാം കൊലപാതകത്തിന് കാരണമായതെന്നും അവർ പറയുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും 100 കണക്കിന് മദ്യക്കുപ്പികളാണ് നാട്ടുകാർ ആക്രമണ സമയത്ത് കണ്ടെടുത്തത്. घटना हम जाता है दूसरा की लाल भाई तिवारी की बीच में ढक के जबरदस्ती उनका गोली मार दिले. अच्छा, बाद में हमारा के वार कर चल हम लागिले कुत्ता पर हम कर दिले. गांव मिल्की मनिहारी जेकर गोली लागल बा मिल्की मनिहारी का. പ്രതിക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. അല്ലാത്തപക്ഷം പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കാനുള്ള നീക്കവും ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. കൊല്ലപ്പെട്ട ജാനേശ്വറിന്റെ മൃതദേഹം കണ്ടെത്തുന്നതോടെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.